എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രാവിലെ നിങ്ങൾ റിലാക്സായി വീട്ടിലിരിക്കുകയാണ്. ജോലി തിരക്കൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ജോലിയുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ റിലാക്സായി വീട്ടിലിരിക്കുകയാണ്. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു. നിങ്ങളുടെ ചെറുതായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നു. നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കാം. എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതൊരു പാനിക് സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് വരുന്നത്? നമുക്കറിയാം ഞായറാഴ്ചയാണ്, ഒരു ജോലിയുമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇത്തരം ലക്ഷണങ്ങൾ വരികയും പാനിക് ആവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ശാരീരിക ലക്ഷണങ്ങളൊന്നുമില്ല, നമ്മുടെ ഹൃദയത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മുടെ ശരീരത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് പരിശോധിച്ചതാണ്. എല്ലാ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതാണ്. എന്നിരുന്നിട്ടും ഈ ലക്ഷണങ്ങൾ അതേപോലെ വരുന്നു. എന്തായിരിക്കും കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല. ഓഫീസ് ജോലികളില്ല, ആരും നമ്മളെ വിളിക്കാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ എന്നിട്ടും ഈ സിംപ്റ്റംസ് വരുന്നു. എൻ്റെ ഈ ചാനലിലെ ആളുകൾ എന്നോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം സിംപ്റ്റംസ് വരുമ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ പറയുന്നു എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എന്നിട്ടും എനിക്ക് ഈ സിംപ്റ്റംസ് വരുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യവും ഞാൻ ഇവിടെ പ്രസക്തമായി കാണുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൈലന്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, ജോലിക്ക് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട സൈലന്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ രഹസ്യമാണ് ഞാനിവിടെ നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഏത് ലക്ഷണങ്ങൾ, ശാരീരിക ലക്ഷണങ്ങൾ വന്നാലും ഒരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾക്ക് ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഇതൊരു സൈലന്റ് സ്ട്രെസ് ആണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാരീരികമായ പ്രശ്നമാണോ എന്ന് നമ്മൾ വിലയിരുത്തുവാൻ പാടില്ല. ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ പറയുന്ന ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി, ആ ഗ്രന്ഥി ഒരു പഴയ കാലത്തിൽ നമുക്ക് സുഹൃത്തായിരുന്ന ഒരു ഗ്രന്ഥിയാണ്. അതായത് അപകടം വരുമ്പോഴെല്ലാം അപകടത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് സിംറ്റംസ് തന്നിരുന്ന, സിഗ്നൽ തന്നിരുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ അമിഗ്ഡല. പണ്ട് കാലത്ത്, അതായത് ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൃഗങ്ങൾ വരുമ്പോൾ അതിന് മുൻകൂട്ടി പറഞ്ഞു തന്ന് നമ്മുടെ പെട്ടെന്ന് മരത്തിൻ്റെ മുകളിലേക്കോ ഗുഹയുടെ ഉള്ളിലേക്കോ ഓടി രക്ഷപ്പെടുവാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം അതുണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ അമിഗ്ഡല. ഇപ്പോൾ നമ്മൾ കാട്ടിലല്ല താമസിക്കുന്നത്, നമ്മൾ നാട്ടിലാണ്. അവിടെ മൃഗങ്ങൾ വരേണ്ട സാഹചര്യമില്ല, അപകടകരമായിട്ടുള്ള ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നിട്ടും ഈ അമിഗ്ഡല ആക്റ്റീവാണ്. ആ ആക്റ്റീവായ അമിഗ്ഡലയാണ് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും എന്തോ സംഭവിക്കാൻ പോകുന്നു, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഓഫീസിൽ എപ്പോഴും തിരക്കനുഭവിച്ചു കൊണ്ടിരുന്ന, എപ്പോഴും ഇമെയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, ഇമെയിലിന് മറുപടി അയച്ചുകൊണ്ടിരുന്ന, മെസ്സേജ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, ഏത് നേരവും ബോസിൻ്റെ വിധി വന്നേക്കാവുന്ന, ഏതെങ്കിലും എൻഗേജ്മെൻറ്റ് വന്നേക്കാവുന്ന തിരക്കേറിയ ഒരു സാഹചര്യത്തിൽ എപ്പോഴും അലേർട്ടായിരുന്ന അമിഗ്ഡല നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അലേർട്ടാണ്. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അലേർട്ടായിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴും റിലാക്സ് ചെയ്തിരിക്കുമ്പോഴും അതേ സാഹചര്യം നിലനിൽക്കുന്നു. അമിഗ്ഡല എപ്പോഴും അലേർട്ടാണ്. അപ്പോൾ ഒരു ചെറിയ സിംപ്റ്റം വരുമ്പോഴേക്കും, ചെറിയ മാറ്റം വരുമ്പോഴേക്കും അമിഗ്ഡല അതിൻ്റെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം പുറത്തെടുക്കുന്നു. അതാണ് ഈ ലക്ഷണങ്ങൾ വരുവാനുള്ള ഒരു കാരണം. രണ്ടാമത് വാഗസ് നെർവിൻ്റെ ഫ്രീസ് റെസ്പോൺസ് ആണ്. വാഗസ് നെർവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ റിലാക്സായി വെക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് ആങ്സൈറ്റി വരുമ്പോൾ, പെട്ടെന്ന് പാനിക് വരുമ്പോൾ ഈ വാഗസ് നെർവ് ഫ്രീസ് ആയി പോകുന്നു. അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഈ സിംറ്റംസ് കൂടുകയും അതിനനുസരിച്ച് നമ്മൾ പേടിക്കുമ്പോൾ ആ സിംറ്റംസ് വീണ്ടും കൂടുകയും ചെയ്യുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശാന്തനായി ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ നാഡീവ്യൂഹം എപ്പോഴും ജാഗ്രതയിലാണ്. അതുകൊണ്ടും ഈ സിംറ്റംസ് വരാം. ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലല്ല, പക്ഷേ ഒരു ദിവസങ്ങളിലാണ് പലർക്കും ഈ പ്രശ്നങ്ങൾ വരാറുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനെ നമുക്ക് ലെറ്റ് ഡൗൺ എഫക്റ്റ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി സമയങ്ങളിൽ
തിരക്കുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആങ്സൈറ്റി വരുന്നില്ല? ശരീരം അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിച്ച് ഈ ആങ്സൈറ്റി സാഹചര്യത്തെ, തിരക്കുള്ള സാഹചര്യത്തെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവധി ദിവസങ്ങളിൽ അങ്ങനെ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ട്, അതേസമയം നിങ്ങളുടെ അമിഗ്ഡല കറക്റ്റായി എപ്പോഴും ജാഗ്രതയിലായതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്, തലച്ചോറിന് ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുകയും ആ കാര്യം മനസ്സിലായതുകൊണ്ട് ശരീരം പെട്ടെന്ന് പേടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിംപ്റ്റം ഉണ്ടാകുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും കൂടി ഞാൻ നിർദ്ദേശിക്കാം. ഇതിന് പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പേടിക്കേണ്ട കാര്യമില്ല. റിലാക്സ് ആവൂ, പേടിക്കേണ്ട, സമാധാനപ്പെടൂ എന്ന് ചുമ്മാ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കാര്യമായ വ്യത്യാസം ഉണ്ടാക്കില്ല. ഇതിന് കൃത്യമായി തുടർച്ചയായ ചില ശീലങ്ങൾ നമ്മൾ ചെയ്തിരിക്കേണ്ടിയിരിക്കുന്നു. ഫിസിയോളജിക്കൽ സൈ എന്ന് പറഞ്ഞൊരു ഒരു ശ്വസന വ്യായാമം, ഫിസിയോളജിക്കൽ സൈ SIGH എന്ന് പറഞ്ഞ ഒരു ചെറിയ ശ്വസന വ്യായാമം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് വഴി ഈ പർട്ടിക്കുലർ സിംപ്റ്റംസ് കുറയ്ക്കാൻ സാധിക്കുകയും ദീർഘകാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാനും സാധിക്കും. അതായത് ഒരു ഇൻഹലേഷൻ എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഒരു ചെറിയ ഇൻഹലേഷൻ വീണ്ടും എടുക്കുക, അതിനുശേഷം ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വായിലൂടെ സ്ലോ ആയി വായു പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വാഗസ് നെർവ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. തണുത്ത വെള്ളം അല്ലെങ്കിൽ ചിൽഡ് വാട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖവും കഴുത്തും ഫ്ലാഷ് ചെയ്ത് വെള്ളം തെറിപ്പിച്ച് കഴുകുന്നത് വഴി നിങ്ങളുടെ വാഗസ് നെർവ് ആക്ടിവേറ്റ് ചെയ്യുകയും ഈ സിംപ്റ്റംസ് കുറയുകയും ചെയ്യും. എല്ലാ ദിവസവും 20 മിനിറ്റ് ബഫർ ടൈം ഉപയോഗിക്കുക. അതായത് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ 20 മിനിറ്റ് നിങ്ങൾ ബഫർ ടൈം മറ്റൊന്നും ചെയ്യാതെ റിലാക്സ് ചെയ്ത് മനസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകിൽ ഗാർഡനിൽ പോയി ഇരിക്കാം, അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു വാക്കിങ്ങിന് പോകാം. മനസ്സിൽ റിപ്പീറ്റഡ്ലി പറയുക, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഇനി ജോലിയൊന്നുമില്ല, നാളെയും ജോലി, ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആണെങ്കിൽ നാളെയും ഇനി ജോലിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എനിക്ക് റിലാക്സ് ആവാം, 100% റിലാക്സ് ആവാം എന്നുള്ള രീതിയിൽ മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുക. ബഫർ ടൈം ഈ സിംപ്റ്റം ഭാവിയിലും കുറയ്ക്കുവാൻ സഹായിക്കും. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആങ്സൈറ്റി തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ പാനിക് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അപകടത്തിലാണ് എന്നല്ല, നിങ്ങളുടെ ശരീരം നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതെന്നെ എഴുതി അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി.